ആണ്. പക്ഷേ ചേട്ടൻ ചെടികളെയും പൂക്കളെയൊക്കെ ഒരുപാട് സ്നേഹിക്കണം. അതിന്റെ മെയിൻ്റനൻസ് മുഴുവൻ, പക്ഷേ പേര് മുഴുവൻ എനിക്കാണ്. ഒരു തറവാടാണ് ഞങ്ങൾ. ചേട്ടന്റെ വീട്ടിലെ ചിത്രമുല്ല എന്ന് പറഞ്ഞ വീടിന്റെ മുകളിലാണ് ഈ മണിമുല്ലയുടെ വിസ്മയം ഉണ്ടായിരിക്കുന്നത്. ഇതാണ് അതിന്റെ ഉറവിടം. ഇതിനോട് അമേരിക്കയിൽ എത്തിയാലും വിനോദിനോട് ആരും ചോദിക്കുക. അപ്പൊ ഇന്നലെ ഫസ്റ്റില് മമ്മൂട്ടിയാണ് വിനോദിന്റെ ഈ ഇത് ഇട്ടപ്പോ മമ്മൂട്ടിയാണ് ആദ്യം ഹാവ് എന്ന് പറഞ്ഞിട്ട് അടിച്ചത്. ഇന്നിപ്പോ അതിന്റെ ആ ഒരു ഇത് കാണാൻ, ആ കൂട്ടം കാണാൻ പറ്റുമോ നിങ്ങൾക്ക്? തീർച്ചയായിട്ടും. പിന്നെ ഇനിയിപ്പോ ഇതൊരു 30-ാം തീയതി വരെ ഇങ്ങനെ നീണ്ടു നിൽക്കും. 30-ാം തീയതി ആകുമ്പോഴേക്ക് മൊത്തം കഴിഞ്ഞു. ഞാൻ കോഴിക്കോട് കോടതികളിൽ ഇതിനെ പരിചരിക്കുക, ഇതിനെ നോക്കുക, അവിടെ അടിച്ചു വാരുക. ഇടക്കിടക്ക് ഒരു ദിവസം 3-4 പ്രാവശ്യം ഇവിടെ അടിച്ചു വാരും. പാമ്പോ അങ്ങനത്തെ ഇതിന്റെ മുകളിൽ ചിലപ്പോൾ മമ്മൂട്ടി മോഹൻലാലൊക്കെ വിനോദം കാണുമ്പോൾ എപ്പോഴും ചോദിക്കും, കോരാനെ പൂവെന്തായി. ഇതിന്റെ പേരെന്നാ നാഗവള്ളി മുല്ലാന്നാ. ഒരു വള്ളിക്കൂട്ടിലുണ്ടായിരുന്നു, അത് പൊളിഞ്ഞു പോയി ഒരു കാട്ടിൽ. ഇപ്പോൾ വള്ളിക്കൂട്ടിനുള്ളിൽ ഇവിടെ ഇരിക്കാം ഏത് സമയത്തും. ഇപ്പം എല്ലാവരും പറയും ടെറസ് കേടാവെന്ന് പറയും. ടെറസൊന്നും കേടാവില്ല. ഇതാ കണ്ടോ, ഈ വർഷത്തെ ഫോട്ടോ പോയിന്റ് ഇവിടെയാണ് വെച്ചത്. ഒരു ദിവസം കൊണ്ട് തന്നെ ഇപ്പൊ രാത്രി ലൈറ്റ് ഇട്ടാൽ നിലാവ് ലൈറ്റാ, ഭയങ്കര രസമാണ്. രാത്രി ഞാനിപ്പോ ഒരു ഗസലൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട് ഇവിടെ. റൂട്ട് ഇങ്ങനെ ഈ ഇല വീണ് പൊടിഞ്ഞു കിടക്കുന്നതിലാണ് ഇതിന്റെ. ഓക്കെ, ബൈ ഫ്രം ഗ്രീൻ ഹെവൻ. താങ്ക് യു. എത്രയോ വർഷം പഴക്കമുള്ള നമ്മുടെ മണിമുല്ല വേറെ ആരുമല്ല, നമ്മുടെ എന്താ പറയാ വിനോദ് കോവൂരാണ്. നമസ്കാരം. പറഞ്ഞ പലർക്കും അറിയലുണ്ടാവില്ല. ഏറ്റവും കൂടുതൽ അറിയുന്നത് അറിയുള്ളൂ. അപ്പൊ മൂസക്കാരന്റെ കൂടെയാണ്. നമസ്കാരം. എന്റെ ചേട്ടന്റെ വീടാത്. എന്റെ വീട് തൊട്ട് പറയാം, ഒരു തറവാടാണ് ഞങ്ങള്. ചേട്ടന്റെ വീട്ടിലെ ചിത്രമുല്ല എന്ന് പറഞ്ഞ വീടിന്റെ മുകളിലാണ് ഈ മണിമുല്ലയുടെ വിസ്മയം ഉണ്ടായിരിക്കുന്നത്. ഇതാണ് അതിന്റെ ഉറവിടം. എത്ര വർഷമായിട്ടുണ്ട്? ഇത് ഒരു 19 വർഷത്തെ വളർച്ചയാണ്. 19 വർഷം മുമ്പ് ഈ മരത്തിന്റെ അടിയിൽ ഒരു ചെറിയ തൈ നട്ടതാണ് എന്റെ ചേട്ടൻ. ആ തൈയാണ് പടർന്നു പിടിച്ച് ഇപ്പൊ ഇത്രയും വലിയ പന്തലായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പൊ അതിന് അന്ന് നട്ട തൈയുടെ വേരാണത്. ആ വേരാണ് ഇങ്ങനെ പോയിട്ട് ഇത് തന്നെ ഏകദേശം ഒരു 10-20 ഇഞ്ചോളം വലിപ്പമുണ്ട്. ഇതിന് മേലെ ഇത് കുറച്ച് ഉയരത്തിലായിരുന്നു ആദ്യം. അതിന് മേലെ 4-5 ആൾക്കാർക്ക് ഇരിക്കുമായിരുന്നു. ഇപ്പൊ അത് താന്നുപോയി. അതായത് ഇങ്ങനെ അതിന്റെ ഒരു ഏജിന്റെ ഒരു പ്രശ്നമാണ് ശരിക്കും. ഇവിടെയൊക്കെ ചെറുതായിട്ട് പോലെ ഉണ്ട്. കാരണം 20 വർഷം പഴക്കല്ലേ. അങ്ങനെ ഇത് മുകളിലെത്തിയ മുകളിൽ ഇതുകൊണ്ട് പടരാൻ തുടങ്ങി. പിന്നെ മുകളിൽ അതിന് പടരാനുള്ള സംവിധാനങ്ങളൊക്കെ ചേട്ടൻ ചെയ്തു കൊടുത്തു. ചേട്ടൻ അഡ്വക്കേറ്റ് ആണ്. പക്ഷെ ചേട്ടൻ ചെടികളെയും പൂക്കളെയൊക്കെ ഒരുപാട് സ്നേഹിക്കുന്നു. ചേട്ടനാണ് ഇതിന്റെ മെയിൻ്റനൻസ് മുഴുവൻ, പക്ഷെ പേര് മുഴുവൻ എനിക്കാണ്. വിനോദ് കോവൂരിന്റെ വീട് വിനോദ് കോവൂർ. അപ്പൊ ഇപ്പം ഡിസംബറിൽ 10 ദിവസമേ പൂവിന് ആയുസുള്ളൂ. ഡിസംബർ 20 ആകുമ്പോഴേക്ക് വിരിയും, 30 ആകുമ്പോഴേക്ക് കൊഴിയും. പിന്നെ അടുത്ത വർഷം വരെ കാത്തിരിക്കണം. ഒരു പൂവിന് ഒരു ദിവസം ആയുസുള്ളൂ. ഒരു പൂവിനല്ല, അങ്ങനല്ല. ഒരു പൂവിന് ഒരു ദിവസം ആയുസും. ഒരു കൊല പൂവാണ് വരിക. ഒരു ബെഞ്ച് പൂവ് ഒരു 10 ദിവസമാണ് മാക്സിമം ഉണ്ടാവുക. അതിൽ ഏറ്റവും കൂടുതൽ ബ്ലൂം ചെയ്യുന്ന ഒരു സമയമാണ് ഈ 2 ദിവസം. ഇന്നലെയാണ് ഏറ്റവും കൂടുതൽ വിരിഞ്ഞത്. ബ്ലൂമിംഗ് ഉണ്ടായിരുന്നു. ഇന്നിപ്പോ അതിന്റെ ആ ഒരു ഇത് കാണാൻ, ആ കൂട്ടം കാണാൻ പറ്റുമോ നിങ്ങൾക്ക്? തീർച്ചയായിട്ടും. പിന്നെ ഇനിയിപ്പോ ഇതൊരു 30-ാം തീയതി വരെ ഇങ്ങനെ നീണ്ടു നിൽക്കും. 30-ാം തീയതി ആകുമ്പോഴേക്ക് മൊത്തം കൊഴിഞ്ഞു. ഇത് കേട്ടപ്പോ പറന്നു പോരുകയായിരുന്നു. ഇത് ഇവിടുന്ന് പലരും ഇതിന്റെ തൈകൾ കൊണ്ടുപോയിട്ട് അവരുടെ വീട്ടിലൊക്കെ നട്ടിട്ട് പല വീട്ടിലും പുഷ്പിച്ചിട്ടുണ്ട് ഇഷ്ടംപോലെ. പക്ഷെ ഇങ്ങനെ ഇത്രയും വൈഡായിട്ട് ഒരു വീട്ടിലും കണ്ടിട്ടില്ല. ഇല്ല, ഞാനിപ്പോ ചെടികളുടെ വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് 4 വർഷം. ഇത്രയും വലിപ്പത്തിൽ ഒരു പ്ലാന്റ് ഞാൻ എന്തായാലും കണ്ടിട്ടില്ല, കേട്ടിട്ടുമില്ല. ഇനി നിങ്ങൾ ഞെട്ടാൻ പോണത് ടെറസിന്റെ മുകളിൽ കയറുമ്പോഴാണ്. അപ്പൊ നിങ്ങൾ ഞെട്ടും ശരിക്കും. തീർച്ചയായിട്ടും. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ ആൾക്ക് എമർജൻസി എനിക്ക് ഇന്നൊരു അവാർഡ് വാങ്ങിക്കാൻ പോവാനുണ്ട്. ഇപ്പൊ ഞാൻ പോവാനിരിക്കുമ്പോഴാണ് പിന്നെ ക്യാമറയായിട്ട് കയറി വന്നിരിക്കുന്നത്. എനിക്കിപ്പോ പോകണം. ബാക്കി കാര്യങ്ങളൊക്കെ ചേട്ടനാണ് പറയുക. ചേട്ടനാണ് ഇതിന്റെ അധിപൻ. തീർച്ചയായിട്ടും. അപ്പോൾ ഇതാണ് വിനോദേട്ടൻ. വിനോദ നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം. ഇപ്പോൾ വിശേഷങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ ഒരാഴ്ചക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് ഒരു കൊല്ലം മുഴുവൻ. ശബരിമല സീസൺ പോലെ നമുക്കിത്. ഇപ്പം നിലവിൽ ഇവിടെ എത്ര ആളുണ്ട്? ഇന്നിപ്പോൾ നിലവിലൊരു 100 ആളിൻ്റെ അടുത്ത് വന്നു പോയി. അപ്പോൾ പല ഗ്യാങ്ങായിട്ട്. എത്ര വർഷമാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു ഇത് ലൈവായിട്ട് ഇപ്പോൾ തുടങ്ങിയിട്ട് ഒരു 10 വർഷമായിട്ടുള്ളൂ. ഇത് വെച്ച് ഒരു 8 വർഷം കഴിഞ്ഞിട്ടാണ് ഇത് പൂക്കുന്നത് ആദ്യമായിട്ട്. അതുവരെ ഇത് പൂത്തില്ല. ഇപ്പം ഞാൻ കൊടുക്കുന്ന തൈരിൻ്റെ സ്ഥലത്തൊക്കെ 1 വർഷം കൊണ്ട് 2 വർഷം കൊണ്ട് പൂക്കുന്നുണ്ട്. പക്ഷെ എനിക്കിത് ഇവിടെ പൂക്കാൻ 8 വർഷം എടുത്തു. ഇത് ആരാ കൊണ്ടുവന്നത്? ഞാൻ തന്നെ കൊണ്ടുവന്നു. എവിടുന്ന മേടിച്ചത്? ഇവിടെ തൊണ്ടയാടുള്ള ഒരു നഴ്സറി. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്കൊരു ക്ലൈംബർ വേണം പൂക്കളുള്ള. അപ്പോൾ ഒരു ഇത് കൊണ്ടുപോയിക്കൊള്ളു, ഇത് നല്ല സാധനമാണെന്ന് പറഞ്ഞു. പക്ഷെ അവരെന്നെ നിരീക്ഷിച്ചില്ല. അതിൻ്റെ ഓണർ ഇവിടെ വന്നത് കണ്ടിട്ട് ഞെട്ടിപ്പോയി. ഇപ്പോൾ അവരൊക്കെ നല്ല സെയിലാണ്. ഇത് ഇവിടെ വിനോദ് കോവൂരിൻ്റെ വീട്ടിലെ ചെടിയാന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടാവുന്ന ചെടിയാന്ന് പറഞ്ഞപ്പോൾ നല്ല സെയിലാണ്. ഞാൻ കോഴിക്കോട് കോടതികളിൽ ഓഫീസ് കോവൂരാണ്. വേറെ ഒന്നും ചെയ്യില്ല. ഞാൻ ഉച്ചയാകുമ്പോൾ അറിയും 2 മണിയാകുമ്പോൾ കോടതിയിൽ നിന്ന് ഇങ്ങോട്ട് പോരും. പിന്നെ ഞാൻ ഇതിന്റെ ചോട്ടിലാണ്. ആ താഴെ ഇരുന്നിട്ട് ആ പത്രം വായനൊക്കെ അവിടെയാണ്. ഇതിനെ പരിചരിക്കുക, ഇതിനെ നോക്കുക, അവിടെ അടിച്ചു വാരുക. ഇടക്കിടക്ക് ഒരു ദിവസം 3-4 പ്രാവശ്യം ഇവിടെ അടിച്ചു വാരണം. അത്രയും ചണ്ടികളുണ്ടാവും. ആ ചണ്ടികൾ അടിച്ചു വാരി ഉണങ്ങിയ ഇലകൾ കൂട്ടി പൊടിച്ചിട്ട് അത് വേറെ പച്ചക്കറിക്കൊക്കെ മണ്ണിന് കൂട്ടും. ഏതെങ്കിലും വിധത്തിലുള്ള ശല്യം ഉണ്ടായിട്ടുണ്ടോ? ഒരു ശല്യമില്ല. ആളുകളുടെ ശല്യമല്ല. അല്ല, ഈ പാമ്പോ അങ്ങനത്തെ ഇതിന്റെ മുകളിൽ ചിലപ്പോൾ മരപ്പട്ടി വരും. അത് നമ്മളറിയില്ല, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഒരു പാമ്പിന്റെ ശല്യവും കാര്യങ്ങളും നമുക്ക് ഒന്നും ഉണ്ടായിട്ടില്ല. എല്ലാവരും പറയും. പക്ഷെ ഇതിന്റെ പേരെന്നാ നാഗവള്ളി മുല്ലാന്നാ.
അതെ അതെ പക്ഷേ നമുക്ക് നാഗത്തിൻ്റെ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. പിന്നെ എന്താ വെച്ചാൽ ഞാൻ ആ താഴെ കാണാം ഈ ഇലേൻ്റെ ഒരു ബെഡ്, ഈ വീണ് കിടക്കുന്ന ഇലേൻ്റെ ഒരു ബെഡ് ഉണ്ട്. ആ ബെഡിൽ ഇങ്ങനെ നനച്ചു കൊടുക്കും. അതിൻ്റെ അടിയിൽ ശരിക്കും നല്ല പാമ്പുകൾ ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ പലപ്പോഴും രാത്രിയൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെ അരിച്ചു പോണ ഒച്ചകളൊക്കെ ഞാൻ കേൾക്കാറുണ്ട്. പക്ഷെ നമ്മളത് നോക്കില്ല. അവരവരുടെ പണി നോക്കി നമ്മൾ പണി നോക്കും. അപ്പോൾ ഇവിടെ ഇരിക്കാനൊക്കെ ഉള്ളൊരു സംഭവം സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്, എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു വള്ളിക്കൂടിൽ പോലെ തന്നെ. വള്ളിക്കൂടിൽ പണ്ടൊരു വള്ളിക്കൂടിൽ ഉണ്ടായിരുന്നു, അത് പൊളിഞ്ഞു പോയി ഒരു കാട്ടിൽ. ഇപ്പോൾ വള്ളിക്കൂടിനുള്ളിൽ ഇവിടെ ഇരിക്കാം. ഏത് സമയത്തും ഇതിൻ്റെ ഉള്ളിൽ ഇരുന്ന് വേറെ റേഞ്ചാണ് ഇതിനുള്ളിൽ. അടിപൊളി അടിപൊളി. അങ്ങനെ ഇത് ഫ്ലവർ ഇല്ലാത്ത സമയത്തും നല്ല തണുപ്പാണ്. ഞങ്ങളെ 11 മാസം ഞങ്ങൾക്ക് ഇവിടെ കൂളിങ്ങാണ്. ഈ വീടിന് മൊത്തം കൂളിങ്ങാണ്. അതേ സമയത്ത് ഒരു മാസം ഞങ്ങൾക്ക് ആഘോഷമാണ്. ഈ മാസമാണ് ഇവിടുത്തെ ശരിക്കും ഉത്സവം. ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്ന ഒരു സമയം ഇപ്പോഴാണ്. ആളുകൾ കണ്ടമാനം വരും. ഞങ്ങൾക്ക് അതൊരു ഇഷ്ടമാണ്, ഒരു സന്തോഷമാണ്. അത് മാത്രമല്ല, ഇത് പുറത്തു കൂടി ഒന്നല്ല, കോണി അത് വേറെ. പിന്നെ ഇതിന്റെ വേറൊരു സാധനം, ഇപ്പൊ എല്ലാവരും പറയും ടെറസ് കേടാവെന്ന് പറയും. ടെറസ് ഒന്നും കേടാവില്ല. ഇതാ കണ്ടോ, ഇങ്ങനെയാണ് ഇതിന്റെ സ്ഥിതി. ഒരു മാറ്റ് പോലെയാണ്, മാറ്റാണ്. കണ്ടോ, ഇതിന്റെ കഷ്ണപ്പം ഞാൻ ഇവിടുന്ന് മുറിച്ചെടുത്ത് അതിനുള്ളിൽ ഇട്ടതാ. റൂട്ട് ഇങ്ങനെ ഈ ഇല വീണ് പൊടിഞ്ഞു കിടക്കുന്നതിലാണ് ഇതിന്റെ വേര് നിൽക്കുന്നത്. ഞാനിത് രാത്രി നനച്ചു കൊടുക്കും. അപ്പൊ 17 വർഷം പഴക്കമുള്ള ആ വള്ളി അവിടെ ആണെങ്കിലും ഇതിലൊക്കെ റൂട്ടുണ്ട്. ഈ കാണക്കാൻ റൂട്ടാ. ചണ്ടികളൊക്കെ അതിന്റെ വളം തന്നെയാണ്. ആ ഒരു ഫോട്ടോ പോയിന്റ് കൂടി ഉണ്ട്. ഈ വർഷത്തെ ഫോട്ടോ പോയിന്റ് ഇവിടെയാണ് വെച്ചത്. ഒരു ദിവസം കൊണ്ട് തന്നെ കുറെ സൈഡായി. ശരിക്കും ഇത് എനിക്ക് തോന്നുന്നു ഇത് ആസ്വദിക്കുന്നത് ഈ വീടിന്റെ മുകളിൽ ഇവിടെ ഉള്ളവരല്ല, ഇതിന്റെ ചുറ്റിലുള്ള വീട്ടുകാരാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ രാത്രി ലൈറ്റ് ഇട്ടാൽ നിലാവ് ലൈറ്റാ, ഭയങ്കര രസമാണ്. രാത്രി ഞാനിപ്പോ ഒരു ഗസലൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട് ഇവിടെ വെച്ചിട്ട് ഗസലൊക്കെ ഉണ്ടാവും. അപ്പൊ ഒരു 5-10 ദിവസത്തേക്ക് അടിപൊളിയാണ്. ആരൊക്കെ ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞു? ഞാന്, വൈഫ്, 2 മക്കളുണ്ട്. അവരുടെ പേര്? മൂത്താള് വരദ, അവരൊരു ഡബിങ് ആർട്ടിസ്റ്റ് ആണ്, ചെന്നൈയിലാണ്. ചെറിയ ആള് ഇപ്പൊ PG കഴിഞ്ഞിരിക്കുന്നു. വൈഫാണ് ഹൗസ് എക്സിക്യൂട്ടീവ്. ഇത് കംപ്ലീറ്റ് എക്സിക്യൂട്ടീവ് മാത്രമല്ല, ഫുൾ ടൈം ചൂലുകൊണ്ട് ഒരാൾ. ഞാനും ഞങ്ങളൊക്കെ ചൂലിന്റെ ചൂല് ഇവിടെ ഇഷ്ടംമാതിരി ഇറുക്കൽ ചൂല് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല, തറവാട്ടിൽ വേറെ ഉണ്ട്. അതിന്റെ മുകളിലേക്ക് ഞാൻ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഏകദേശം ഒരു പ്ലാന്റ് കൊണ്ട് ലോകം മൊത്തം അറിഞ്ഞ ഒരു വീടാണ്. അതെ, എവിടെ പോയാലും വിനോദിനോട്, അമേരിക്കയിൽ എത്തിയാലും വിനോദിനോട് ആരും ചോദിക്കുക. അപ്പൊ ഇന്നലെ ഫസ്റ്റില് മമ്മൂട്ടിയാണ് വിനോദിന്റെ ഈ ഇത് ഇട്ടപ്പോ മമ്മൂട്ടിയാണ് ആദ്യം ഹൗ എന്ന് പറഞ്ഞ് അടിച്ചിട്ടുള്ളത്. നൈസ് എന്നൊക്കെ പറഞ്ഞ് അടിച്ചിട്ടുണ്ട്. അപ്പൊ മമ്മൂട്ടി, മോഹൻലാലൊക്കെ വിനോദനെ കാണുമ്പോൾ എപ്പോഴും ചോദിക്കും, കോരാനെ പൂവെന്തായി. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഇതിനെക്കുറിച്ചുള്ള വിശേഷം പറയാനുള്ളത്. അപ്പോൾ 1-2 ചെടികൾ കൊണ്ടും നമ്മുടെ വീടുകൾ ഇത്ര മനോഹരമാക്കാമെന്ന് ഏറ്റവും കൂടുതൽ തെളിയിച്ച ഒരു വീട് തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഓക്കെ, ബൈ ഫ്രം ഗ്രീൻ ഹെവൻ. താങ്ക് യു.